ജഡ്ജിമാർക്ക്, മുൻസിഫീങ്ങൾക്ക്, ജഡ്ജിമാർക്ക് ഒരു യോഗ്യതയുമില്ല, ഒരു സ്ഥാനവുമില്ല, ഒരു പവറുമില്ലാത്ത കാലം കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വതകൂനു സ്വലാത്തു മന്നാ, നിസ്കാരങ്ങളൊക്കെ ജനങ്ങൾ കാണാൻ വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണെന്നറിയാൻ, എന്നെ വലിയ നിസ്കാരിക്കുന്നവരെന്ന് പറയാൻ വേണ്ടി ജനങ്ങൾ കാണാൻ, ജനങ്ങൾ അറിയാൻ. പള്ളിയിലെ ഖതീബ് ഉസ്താദ് അവൻ നിസ്കരിക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ അവൻ നല്ല നിസ്കാരക്കാരനാണെന്നറിയാൻ വേണ്ടിട്ട് ഫോർമാലിറ്റിക്ക് വേണ്ടി നിസ്കരിക്കുന്നവര്, ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവര്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബി ചോദിച്ചു എപ്പോഴാ ഖിയാമത്ത് നാൾ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുന്നത് ഷോപ്പിങ്ങിന്റെ ആളുകൾ അധികം അടുക്കലാണ്, തമ്മാടികൾ വ്യാപകമാകലാണ്, ജഡ്ജിമാരെ അയോഗ്യരാക്കലാണ്. നിസ്കാരം ജനങ്ങൾ കാണാൻ വേണ്ടി നിർവഹിക്കല. സകാത്ത് കൊടുക്കാത്ത കാലം വരല. എന്റെ സഹോദരങ്ങളെ, എന്താ ഈ സകാത്ത് എന്ന് പറയുന്നത്? അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, സമ്പന്നന്റെ പണത്തിന്റെ അടുക്കാണ് സകാത്ത് എന്ന് പറയുന്നത്. സദഖ വേറെയാ, സകാത്ത് വേറെയാ. എന്റെ മുഅ്മിനീങ്ങളെ, നിന്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ടവൻ കടന്നു വന്ന് കാൽബെല്ലടിച്ച സമയത്ത് ജനൽപാളിയിലൂടെ നീ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന 10 രൂപയല്ല, അല്ലെങ്കിൽ 10ന്റെ നാണയത്തുട്ടല്ല സകാത്ത് എന്ന് പറയുന്നത്, അത് സദഖ എന്നാണ്. എന്റെ സഹോദരങ്ങളെ, ഒരു വർഷത്തോളം നിന്റെ കയ്യിൽ 2.5, നിന്റെ കയ്യിൽ ഒരു ഉദാഹരണമായിട്ട് പറയാ 2 ലക്ഷം രൂപ ഒരു വർഷം നിന്റെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% പാവപ്പെട്ടവർക്ക് സകാത്ത് കൊടുക്കൽ നിനക്ക് നിർബന്ധമാണ്. ഖിയാമത്ത് നാൾ എടുത്തു കഴിഞ്ഞാൽ സകാത്ത് കൊടുക്കുന്നവരുണ്ടാകില്ല. എത്രയെത്ര മുസ്ലിങ്ങളാണ് ഇവിടെ സകാത്ത് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താനുള്ള ഏറ്റവും വലിയ വഴിയാ സകാത്ത് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാൾ എടുക്കുമ്പോ സകാത്ത് കൊടുക്കാത്ത കാലം വരികയാ. വൽ അമാനത്തു മഗ്നമാ, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് ഗനീമത്ത് മുതൽ പോലെ ദുരുപയോഗം ചെയ്യലാ. ഒരാള് ഗൾഫിലേക്ക് പോകുമ്പോൾ ഒരു കാർ കൊടുക്കുകയാണ്, തന്റെ ഫ്രണ്ട്സിനെ, തന്റെ കൂട്ടുകാരനെ വിശ്വസിച്ചിട്ട് അയാള് തിരിച്ചു വരുമ്പോഴേക്ക് അത് ദുരുപയോഗം ചെയ്യുക, അത് അവനറിയാതെ രണ്ടയാക്കുക, അല്ലെങ്കിൽ അത് അവൻ ദുരുപയോഗം ചെയ്യുക. ഏത് വസ്തുവും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാളമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വസ്തതാലത്തുൽ ഫുഖറാ, ദരിദ്രവാസികൾ വലിയ വലിയ വീടുകൾ നിർമ്മിക്കല. ഇന്നലെ വരെ ഒന്നിനും വകയില്ലാത്തവൻ, ഇന്നലെ വരെ ഒരു കഴിവുമില്ലാത്തവൻ വലിയ വലിയ രമ്യകർമ്മങ്ങൾ ഉണ്ടാക്കലാണ്. ആ സമയത്ത് കുട്ടികളൊക്കെ അധികാരത്തിൽ വരലാണ്, കുട്ടികളാണ് അധികാരത്തിൽ വരുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാ. വസുൽത്താനുൻ നിസാ, സ്ത്രീ അധികാരത്തിൽ വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പെണ്ണ് അധികാരത്തിൽ കടന്നു വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വമശ്വറത്തുൽ ഇമാം, സ്ത്രീകളോട് അഭിപ്രായം ചോദിക്കുന്ന കാലം വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വലാകിൻ ലഹാ അസ്റാത്ത്, ഇനിയും ഒരുപാട് ഖിയാമത്ത് നാളിന്റെ അടയാളമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ തഖാറുബുൽ അസ്വാഖ്, കടകളൊക്കെ അടുത്തടുത്ത് വരലാണ്, ടൗണുകൾ അടുക്കലാ. എന്റെ മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് ഒരു ടൗണിൽ ഒരു കടയാണെങ്കിൽ പിന്നെ ഒരു കട എത്രയോ കിലോമീറ്റർ ദൂരമായിരിക്കും.
ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സൂക്കുകൾ ഇങ്ങനെ അടക്കാൻ തുടങ്ങും, കടകൾ ഇങ്ങനെ അടുക്കാൻ തുടങ്ങും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം കസാദഹ, കടയിൽ സാമ്പത്തിക മാന്ദ്യങ്ങൾ കടന്നു വരലാണ്, കച്ചവടം നഷ്ടമാകലാണ്. എത്രയോ ഗൾഫ് സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഉസ്താദേ കച്ചവടത്തിൽ നഷ്ടമാണ്. ഇന്ന് രാവിലെ ഷാർജയിലുള്ള ഉമർ എന്ന് പറയുന്ന കാസർഗോഡിലെ ഒരു കാസർഗോഡിൽ ഒരു ഹാജിയാരെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്യണേ. ഞാൻ ജോലി ചെയ്യുന്ന കോട്ടിക്കുളം എന്ന സ്ഥലത്ത് 1200ഓളം വരുന്ന വീടുകളുള്ള വലിയൊരു മഹല്ലിലാ ഞാൻ ജോലി ചെയ്യുന്നത്. അല്ലാഹു എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കോട്ടിക്കുളം എന്ന സ്ഥലത്ത് എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം സലാത്ത് നടക്കാറുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സലാത്ത. ഉപ്പളയിൽ നിന്ന്, കുമ്പളയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, ഇങ്ങി ചിത്താരിയിൽ നിന്ന്, നീലേശ്വരത്തിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ആളുകൾ ആ സ്വലാത്തിലേക്ക് കടന്നു വന്ന് ക്യാൻസർ രോഗിയുടെ ക്യാൻസറുകൾ സുഖപ്പെട്ടിട്ടുണ്ട്, കേസിൽ കുടുങ്ങിയുടെ കേസുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, കിഡ്നി സ്റ്റോണുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പൊട്ടിക്കര എന്ന സ്വലാത്തിന്റെ മജ്ലിസ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഉമർ എന്ന ഹാജിയാർ എനിക്ക് വിളിക്കുകയാ. കാസർഗോഡ് ജില്ലക്കാരനായ ഹാജിയാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ഷാർജയില്, പ്രഭാഷകനായ ഖലീലുർ റഹ്മാൻ കാശിഫി. അദ്ദേഹം കുറെ നേരം എന്നോട് സംസാരിച്ചിട്ട് പറയുകയാ, ഉമറിന്റെ കാര്യം നിങ്ങൾക്കറിയോ, ഹാജിയാരുടെ വിഷമം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞറിയില്ല. അയാള് പറയുകയാണ്, 40 കോടി രൂപ നഷ്ടമാ, കച്ചവടം നടത്തിയിട്ട് 40 കോടി രൂപ നഷ്ടമാണ്. പടച്ച തമ്പുരാന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വഴിയുമില്ലാതെ പോതിരാക്കരുത് പൊട്ടിക്കരയുന്ന ഉമർ ഹാജി എന്ന കാസർഗോഡ് ജില്ലയിലെ കാസർഗോട്ടുകാരനായ പ്രിയപ്പെട്ട സഹോദരന് ഇന്ന് ഷാർജയിൽ വെച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എത്രയോ ഗൾഫ് സഹോദരങ്ങള് കച്ചവടം തുടങ്ങിയിട്ട് കച്ചവടമില്ലാതെ കടകൾ പൂട്ടിയിരിക്കുകയാ. എന്റെ സഹോദരങ്ങള്, ഖിയാമത്ത് നാള് കടന്നു വരുമ്പോ സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടാകുമത്രേ. രാവിലെ കട തുറന്നിട്ട് വൈകുന്നേരം വരെ കച്ചവടം നടക്കാതെ ഈച്ചയെ പായിക്കുന്നവരില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ മാന്ദ്യങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മഴയുണ്ടാകും പക്ഷേ സസ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താ? അന്യോജ്യമായ മഴയുണ്ടാവില്ല. ഇനി മഴയുണ്ടെങ്കിൽ തന്നെ അത് വലിയ വെള്ളപ്പൊക്കങ്ങളായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ ഉള്ളികൾ വെള്ളത്തിൽ നശിച്ചുപോയി. നമ്മൾ ആലോചിക്കണം, തമിഴ്നാട്ടിൽ വന്ന മഴ എന്താ? വെള്ളപ്പൊക്കമായിരുന്നു. 6ഉം 7ഉം കെട്ടിടങ്ങളുള്ള ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് എന്റെ സഹോദരങ്ങള് ദീർഘശ്വാസം വലിച്ച് പൊട്ടിക്കരഞ്ഞു പോയവരില്ലേ? മറ്റൊരു ഹദീസിലുണ്ട്, മഴയില്ലാതിരിക്കാനുള്ള കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതറും വലാ നബാത് തഫ്സുൽ ഐന, പലിശ വ്യാപകമാകും. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ജാരസന്താനങ്ങൾ അധികരിക്കും. ഉപ്പ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ വ്യഭിചാരത്തിൽ ഒരുപാട് മക്കളുണ്ടാകുന്ന ജാരസന്താനങ്ങൾ അധികരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മുതലാളിയെ ബഹുമാനിക്കുക, മുതലുള്ളവനോട് നല്ല റെസ്പെക്ട് കൊടുക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പള്ളിയിൽ തമ്മാടികൾ ശബ്ദകോലാഹങ്ങൾ ഉണ്ടാക്കുക.
പള്ളിന്റെ അകത്ത് വന്നിട്ട് കുഴപ്പമുണ്ടാക്കുക, നിസ്കാരായിട്ടൊരു ബന്ധമില്ല, സ്വയംസ്കരിക്കാത്തവനാണ്, എപ്പോഴെങ്കിലും ചുമക്ക് വരുന്നവനാണ്, പ്രശ്നങ്ങൾ പള്ളിന്റെ അകത്താണ്. ഇങ്ങനെ പള്ളിന്റെ അകത്ത് തമ്മാടികൾ കടന്നു വന്ന് പള്ളികൾ പൂട്ടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, പള്ളിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എത്ര പള്ളികൾ പൂട്ടപ്പെട്ട് കിടക്കുന്നു കേരളത്തിൽ. പ്രശ്നങ്ങളാണ്, പല പ്രശ്നങ്ങൾ പേരിൽ ഒരു ഭാഗത്ത് പള്ളി തുറക്കുമ്പോ മറുഭാഗത്ത് പള്ളി പൂട്ടപ്പെടുന്നു. തെമ്മാടികൾ പള്ളികളിൽ കടന്നു വന്നിട്ട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റൂഹേ ഫിദാ മുഹമ്മദ് നബി മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പഠിപ്പിക്കുകയാണ്. വയദ്ഹറു അഹ്ലുൽ മുൻകരി അലാ അഹ്ലിൽ ഹഖ്. സത്യവിശ്വാസികളടുത്ത് സത്യനിഷേധികൾ വരും. എന്നിട്ടോ അവര് വന്നിട്ട് സഹോദരങ്ങളെ അതേ സത്യനിഷേധികൾ വ്യാപകമാകും. സത്യവിശ്വാസികളടുത്ത് സത്യനിഷേധികൾ വ്യാപകമാകും. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ഈ അടയാളങ്ങളൊക്കെ കേട്ടിട്ട് പറയുകയാണ്, വകൈഫ തഉമുറനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങെന്താണ് എന്നോട് എങ്ങനെയാണ് കൽപ്പിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞവര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇങ്ങനെയുള്ള അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ നിന്റെ ദീന് കൊണ്ട് നീ ഓടിക്കോ, നിനക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിന്റെ വീട്ടിൽ നീ അടങ്ങി ഒതുങ്ങിയിരുന്നോ? എന്റെ സഹോദരങ്ങളെ, സത്യനിഷേധികള് സത്യവിശ്വാസിയുടെ മുകളിൽ വ്യാപകമായ ഒരു കാലം വന്നാൽ ഒന്നെങ്കിൽ നമ്മുടെ ദീനും കൊണ്ട് ഓടേണ്ടി വരും സഹോദരങ്ങളെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ വീട്ടിന്റെ അകത്ത് പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിക്കണേ. ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ? അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ഒരുപാട് അടയാളങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞില്ലേ, പൊതുസ്വത്തുകൾ ദുരുപയോഗം ചെയ്താൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പള്ളിയുടെ സ്വത്തുകൾ സ്വന്തം ഇഷ്ടത്തിനെടുക്കുക, പള്ളിയുടെ വരുമാനങ്ങൾ പേഴ്സണലായി കച്ചവടത്തിനെടുക്കുക, പള്ളിയുടെ വരുമാനങ്ങൾ കടം കൊടുക്കുക, ഇതാണ് ഇങ്ങനെ പള്ളിയുടെ അമാനത്തായ സൂക്ഷിക്കേണ്ട സ്വത്തുകൾ അവനവന്റെ പോക്കറ്റിലേക്ക് കടന്നു വന്നിട്ട് ആ പള്ളിയുടെ സ്വത്ത് കൊണ്ടവൻ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ മുഅ്മിനേ, അത് ഹറാമാണ്, അത് ഹറാമാണ്. നിന്റെ കച്ചവടത്തിന് വേണ്ടി പള്ളിയുടെ സ്വത്തത് പൊതുസ്വത്താ. ആ പൊതുസ്വത്തെങ്ങാനും നിന്റെ കച്ചവടത്തിന് നീ ഉപയോഗിച്ചാൽ നിന്റെ കച്ചവടത്തിലുള്ള വളർച്ചകള്, നിന്റെ കച്ചവടത്തിലുള്ള ലാഭങ്ങള് അത് ഹറാമാണ്, ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇത് തുഹിദൽ ഫൈഉദ്, അതേ പൊതുസ്വത്തുകൾ ദുരുപയോഗം ചെയ്താൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് തുഹിദൽ ഫൈഉദ് വല്ലമാനതു മഗ്നമ വസ്സകാതു മഗ്റമാ ലിതുഅല്ലിമ ലിഗൈരിദ്ദീൻ. ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുക, ഉസ്താദുമാരെ വെല്ലുവിളിക്കാൻ, ഉസ്താദുമാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ കവലകളിൽ ഇരുന്നിട്ട് ആയത്തും ഹദീസും ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ ഇൽമുകള് എന്റെ പ്രിയപ്പെട്ടവരെ തർക്കിക്കാൻ വേണ്ടിട്ട് അതേ എടുത്തുകൊണ്ട് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാത്ത പഠനങ്ങൾ കടന്നു വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുന്ന കാലം. പെങ്കൂസനായിട്ട് വീട്ടിലിരിക്കുക, അവൾ പറയുന്നത് കേൾക്കുക, അവളെ പേടിയാണ്, അവളെ പേടിയാണ്. സഹോദരങ്ങളെ, എത്ര സംഭവങ്ങളാണ് വീട്ടിൽ കുത്തിയിരുന്നിട്ടെല്ലാം ഭാര്യയെ കൊണ്ട് ചെയ്യിക്കുക, അവളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് പേടിക്കുക. ഭർത്താവ് ഭാര്യയ്ക്ക് വഴിപ്പെടാ എന്ന് പറഞ്ഞെന്താ? ഭാര്യയോട് ഒരു അഭിപ്രായം ചോദിച്ചുകൂടാന്നൊന്നുമില്ല. ഏത് വിഷയം വീടായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാകും അവളുമായിട്ട് കൊണ്ടൊരു മുഷാവറ നല്ലതാണ്. നമ്മളെ വീട്ടിൽ ഒരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി വീട്ടിലേക്ക് ഫ്രിഡ്ജ് കൊണ്ടുവരുമ്പോ അവൾ അറിയില്ലേ ഇല്ല, അതൊന്നും നല്ലതല്ല. നമ്മളൊരു അഭിപ്രായം പറയുക, അത് അറിയിക്കല് നല്ലതാണ്.
പക്ഷെ അവള് പറഞ്ഞതിനപ്പുറമില്ല. അങ്ങനെയാണ് ചില ആളുകൾ പറയാറുണ്ട്, റാണികൾ എന്ന് പറയാറുണ്ട് അല്ലേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇതിൻ്റെ ഒരു കഥ വായിച്ചിരുന്നു. കാരണം ഭർത്താവിന് ഭാര്യ വല്ലാത്ത പേടിയാണ്. ഭർത്താവിന് ഭാര്യ വല്ലാത്ത പേടി. അങ്ങനെ ഇയാൾ ഒരാൾ പോയിട്ട് ചോദിച്ചു, എന്താ ചെയ്യാ? അയാൾ, നീ ഒന്നും പേടിക്കൊന്നും വേണ്ട, നീ ഭാര്യയോട് പറയണം എന്താണ്, നിനക്ക് ഒരു പേടിയില്ല, നീ നിനക്ക് പുല്ലാണെന്ന് പറയണം. അങ്ങനെ ഇയാള് ധൈര്യം സംഭരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയാണ്. ഭാര്യയെ പേടിച്ച് ഉറങ്ങലിച്ച് നിൽക്കുന്ന ഭർത്താവ് എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഭാര്യ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗേറ്റ് തുറന്ന് കാൽബെല്ലടിച്ച് ഭാര്യ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഇയാള് സലാമല്ല, ഇയാൾ പറഞ്ഞു, പുല്ലാണ് പുല്ലാണ്, എന്നെ എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞു. ഭാര്യ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഇയാൾ പേടിച്ചു പോയി. എന്നാൽ ഇയാൾ വാക്ക് മാറ്റി, എന്താണ്, പുല്ലാണ് പുല്ലാണ്, വീടിന് ചുറ്റും പുല്ലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പേടിക്കുന്ന ആളുകളൊക്കെ, ഭാര്യയെ പേടിക്കുന്നൊരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയെ ഓർപ്പിക്കുക, ഉമ്മയോട് സ്നേഹമില്ല, നൊന്തുപറ്റ ഉമ്മ, 9.5 മാസക്കാലം വയറ്റിലിട്ട നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ ഉറപ്പിക്കുക. ഉമ്മക്കൊരു സ്ഥാനവുമില്ല നിന്റെ വീട്ടില്, വേസ്റ്റ് ആയിട്ട് ഉമ്മയെ കാണുക. ഇപ്പുറത്തൊരു സുഖസുന്ദരമായി നീ ശീതീകരിച്ച റൂമിൽ കിടക്കുക, എന്നിട്ട് ഉമ്മക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതിരിക്കുക. ഭാര്യക്ക് രോഗം വരുമ്പോ 50,000 ചെലവഴിക്കാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് മടിയില്ല. ഗൾഫിലേക്ക് വിളിച്ചു പറഞ്ഞു, ഭാര്യക്ക് ഓപ്പറേഷനാണ്, അവൻ പറയുന്നു ഉടനെ കൊണ്ടുപോകണം, 1 ലക്ഷമാകുമെന്ന് പറയുമ്പോ എത്രയായാലും പ്രശ്നമില്ല, എനിക്ക് എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോ അപ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗമായി കിടന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 10,000 രൂപയാകുമ്പോ, എടാ നീ ചോദിക്കാൻ തുടങ്ങിയില്ലേ, എന്നെ കൊണ്ടാവില്ല ഉമ്മ, നിങ്ങൾക്ക് ഇനിയും മറ്റു മക്കളില്ലേ, അവര് തരട്ടെ 1000, മറ്റവര് തരട്ടെ 1000 എന്ന് പറയുന്നത്, എടാ നിന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നിന്റെ മറ്റുള്ള സഹോദരന്മാര് ഉമ്മക്ക് കൊടുക്കട്ടെ, കൊടുക്കാതിരിക്കട്ടെ. 9.5 മാസം നിന്നെ വയറ്റിലിട്ടത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. അതേ 2 വർഷക്കാലം നിനക്ക് മുലപ്പാല് നൽകിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ഏത് പാതിരാത്രിയും പൊട്ടിക്കരയുമ്പോൾ എന്റെ തങ്കക്കുടമേ എന്ന് പറഞ്ഞ് മാറോടടിപ്പിച്ചത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ഏത് പാതിരാത്രിയിലും വീട്ടിൽ ഉറക്കൊടിയുന്നൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് വീട്ടിന്റെ ഐശ്വര്യമായ ഉമ്മയാ. ആ ഉമ്മാനെ വെറുപ്പിക്കല്ല മക്കളെ. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് സ്വർഗം കിട്ടൂല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് വയത് കേട്ടിട്ട് കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് സലാത്തിന് പോയിട്ട് കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് സംസം കുടിച്ചിട്ട് കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് സഫാ മറുവന്റെ ഇടയിൽ സയ്യ് ചെയ്തിട്ട് കാര്യമില്ല. എടാ നിന്റെ പൊരുത്തം ഉമ്മയാ, നിന്റെ പൊരുത്തം ഉമ്മയാ. ആ ഉമ്മയെ കരയിപ്പിച്ചാൽ നിന്നെ കാത്തു നിൽക്കുന്നത് നരകമാണ്. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഉപ്പയുടെ ഉമ്മയുടെ മുഖത്ത് കാരുണ്യത്തോടെ ഒരു മകൻ നോക്കിയാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി അവന് നൽകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. പള്ളി നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞില്ല. ഖുർആൻ ഓതിയാൽ ഹജ്ജ് ചെയ്ത കൂലി എന്ന് പറഞ്ഞില്ല. എന്റെ മുഅ്മിനേ, ഭാര്യയുടെ മുഖം നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞില്ല. മക്കളെ മുഖം നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞില്ല. നിന്റെ സ്നേഹനിധിയായ ഉമ്മയുണ്ടല്ലോ, ഉമ്മ പോകണം. ഉമ്മയുടെ വിലയറിയണമെങ്കിൽ, ഉമ്മ വീട്ടിലില്ലാതിരിക്കണം. ഉമ്മയുടെ വിലയറിയണമെങ്കിൽ ഏത് പാതിരാക്ക് പോയിട്ട് ഒന്ന് നീട്ടി ഉമ്മ എന്ന് വിളിച്ചാൽ മതി മോനെ, നിനക്കത് മതി. ആ ഉമ്മയാണ് സ്നേഹം, ആ ഉമ്മയാണ് മാർഗദീപം, ആ ഉമ്മയാണ് ലാവണ്യം, ആ ഉമ്മയാണ് സന്തോഷം, ആ ഉമ്മയാണ് ഐശ്വര്യം. അങ്ങനെ ഉമ്മമാരെ വെറുപ്പിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഭാര്യയുടെ
കിന്നാരം കേട്ടിട്ട്, ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മാനെ വെറുപ്പിക്കല്ല മക്കളെ, ഉമ്മാനെ വെറുപ്പിക്കല്ല മക്കളെ. ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല മോനെ. വാക്ക ഉമ്മഹു, ഉമ്മാനെ വെറുപ്പിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ വഅദിനാ സദീഖഹു, ഫ്രണ്ട്സുകളെ വല്ലാതെ അടുപ്പിക്കല. എനിക്ക് 3000 ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് 4000 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വാചാലതയോടെ പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 വയസ്സുള്ള പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ വാക്സാ അപ്പാ, ഉപ്പാനെ അകറ്റുക. ഉപ്പ നിന്റെ വീട്ടിന്റെ ഗേറ്റ് തുറക്കുന്നവനാ, ഉപ്പ നിന്റെ വീടിന്റെ വാതില് പൂട്ടുന്നവനാ. നിന്റെ മക്കളെ കയ്യും പിടിച്ച് കൊണ്ടുപോകേണ്ട തൊഴിലാ ഉപ്പാക്ക്. ഉപ്പാക്ക് എന്റെ സഹോദരങ്ങളെ, റേഷനിൽ നിന്ന് അരി പുറത്ത് കൊണ്ടുവരേണ്ട ജോലിയാ നിന്റെ ഉപ്പാക്ക്. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്നും കാഞ്ഞങ്ങാട് ടൗണിൽ ചുമട് തൊഴിലാളികളായിട്ട് ചോര തുപ്പുന്നവരില്ലേ പ്രിയപ്പെട്ടവരെ? ചെറുപ്പക്കാരാ, നീ കൊട്ടാര സമാനമായ വാഹനത്തിലൂടെ കാഞ്ഞങ്ങാട് ടൗണിലൂടെ ചീറിപ്പോയുമ്പോഴോ പൊന്നുമോനെ, നിന്നെ പോലോത്ത, നിന്റെ പിതാവിനെ പോലോത്ത ഒരുപാട് ഉപ്പമാര് കൺകണക്കിന് വരുന്ന ഭാരങ്ങൾ ചുമന്ന് ചുമന്ന് അവിടെ ശരീരം തന്നെ റുകൂഇലായിരിക്കുകയാ. ബാപ്പമാരെ വിദൂരത്താക്കുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ഒരുപാട് അടയാളം പറയുകയാ. വനഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്, സംഗീതഭരണങ്ങളും പാട്ട് പാടുന്ന പെണ്ണുങ്ങളും അധികരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അടയാളങ്ങള് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചപ്പോ എന്റെ മുഅ്മിനീങ്ങളെ, ഇനിയും നിങ്ങൾ അടയാളങ്ങളെ കുറിച്ചറിയണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും മക്കളെ, നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും തോന്നിപ്പോകല്ലേ, ഇതെന്റെ നാടാണ് ഞാൻ മക്കളെ എന്ന് പറയുന്നത് എന്നെക്കാളും പ്രായം കുറഞ്ഞവരോടാണ്, അതവ് കേടാണെന്ന് നിങ്ങളൊന്നും തോന്നിപ്പോകല്ലേ. എന്റെ മുമ്പിൽ വയസ്സായ ആളുകളുണ്ട്, അവരുദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ നാടായതുകൊണ്ട് എനിക്കത് പറയേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മടൽ തരികൾ പുളകിതമാകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കേദാരമേ നബി മുഹമ്മദ് മുസ്തഫ, വിശ്വസ്നേഹത്തിന്റെ പ്രവാഹൻ നബി മുഹമ്മദ് മുസ്തഫ, മാനുഷികത്തിന്റെ മഹാചാര്യം നബി മുഹമ്മദ് മുസ്തഫ, സകലമാന വർഗീയതയുടെ മതിൽക്കെട്ടുകൾ തച്ചുടച്ച സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നന്മയുടെ പുതുലയുന്ന വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകര് പഠിപ്പിച്ചില്ലേ, ഇന്നൽ ഫിത്നത തജീബു മിൻഹാ ഹാഹുനാ. അല്ലാഹുവിന്റെ റസൂൽ ഇതാ വിരൽ ചൂണ്ടുകയാണ്. അശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബലൽ മശ്രിഖ്, കിഴക്കിന്റെ ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടുകയാ. ഏതാ മക്കളെ കിഴക്കിന്റെ ഭാഗം എന്നറിയോ? ഇറാഖിന്റെ ഭാഗമാണ്, ഇറാനിന്റെ ഭാഗമാണ്, ഫലസ്തീനിന്റെ ഭാഗമാണ്, ജോർദാന്റെ ഭാഗമാണ്, അഫ്ഗാന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിട്ട് പറയുകയാണ്, മശ്രിഖിന്റെ, എന്റെ സഹോദരങ്ങളെ, കിഴക്കിന്റെ ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാ, കിഴക്ക് ശൈത്താന്റെ കൊമ്പ് വെളിവാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. ശൈത്താൻ എന്ന് പറയുന്നത്, കൊമ്പുള്ള ശൈത്താൻ എന്ന് പറയുന്നത് സ്വച്ഛാധിപതികളായ ഭരണകർത്താക്കളെ കുറിച്ചാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുകയാ, വഅൻതും യദ്രിബൂന ബഅദുകും റിഖാബ ബഅദ,
അങ്ങനെ ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം അവര് വെട്ടിമരിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ആ സമയത്ത് സഹാബി ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂല് ശൈത്താനെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബി ചോദിക്കുകയാ, അമിനൽ ഇൻസാനി ശൈത്താനുൻ യാ റസൂലല്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശൈത്താൻ ഉണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം ഉണ്ടാകുമത്രേ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ശൈത്താനാണ് അശർറു മിനശ് ശൈത്താനിൽ ജിന്നി, ഏറ്റവും മോശമായ ശൈത്താൻ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താനാണ്. മോശക്കാരായ ഭരണാധികാരികളെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. കിഴക്കിന്റെ ഭാഗത്തേക്ക് കൈനീട്ടിയിട്ട് ഇറാഖിനെ കുറിച്ച്, ഇറാനിനെ കുറിച്ച്, ഫലസ്തീനിനെ കുറിച്ച്, ജോർദാനെ കുറിച്ച്, സിറിയയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് അതേ പരസ്പരം വെട്ടിമരിക്കുന്നൊരു കാലം വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇറാഖിന്റെ അവസ്ഥ എന്താ മക്കളെ? ഇറാനിന്റെ അവസ്ഥ എന്താ? അഫ്ഗാനിന്റെ അവസ്ഥ എന്താ? സിറിയയുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണോ? ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൽ ഒരു നവസംസ്കാരം ഉണ്ടാകോ? എവിടെയാ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്? ഫലസ്തീനിൽ ഒരു നവസംസ്കാരം ഉണ്ടാകോ? ഖറാബുൻ യസ്രിബ, രക്തച്ചൊരിച്ചിലുള്ള ഘട്ടം തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖറാബുൻ യസ്രിബ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു നവസംസ്കാരം തുടങ്ങിയാൽ അന്ന് മദീനയുടെ തകർച്ചയാ. കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്ന മദീന, കോടിക്കണക്കിന് വരുന്ന സത്യവിശ്വാസികളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരു തുറന്നുകൊണ്ട് ആ ഹബീബിന്റെ ചാരത്ത് പോയി ദുആ ചെയ്യുന്ന മദീന, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ മദീന. ആ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ ഖുബ്ബത്തുൽ ഖദറായിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം അനുഭവിച്ചവരെ, മദീനയിൽ പോയവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, റൗള കണ്ടവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, റൗളയുടെ ചാരത്ത് പോയി സലാം പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇട അത് സ്വർഗ്ഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? ആ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ തിക്കും തിരക്കും കൂട്ടിയില്ലേ? അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞവര് നമ്മുടെ കൂട്ടത്തിലില്ലേ? ഉംറക്ക് പോയവർക്കറിയാ, ഹജ്ജിന് പോയവർക്കറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്നു എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവിടെ ഉംറ നീ സ്വീകരിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ, അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും ഉംറക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും പോകുന്നുണ്ടാകും. അല്ലാഹുവേ, അവരുടെ ഉംറ നീ കബൂലാക്കണേ അല്ലാ. ആ പരിശുദ്ധമായ മദീനയുണ്ടല്ലോ, ആ വെമ്പൽ കൊള്ളുകയാണ്. എത്ര പോയാലും എത്ര കണ്ടാലും മതിവരാത്തൊരു സ്നേഹത്തിന്റെ ഭൂമിയാണ് മദീനയെങ്കില് ആ മദീന എത്ര വലിയ ഭാഗ്യമാണ്. ഭാഗ്യവതിയായ മദീന, അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്ത മദീന. മദീനയിലെ സൂര്യനെ നീ ഭാഗ്യമാണ്, ചന്ദ്രനെ നീ ഭാഗ്യമാണ്, മദീനയുടെ മുറ്റത്തുള്ളവരെ നീ ഭാഗ്യവാനാണ്. ആ മദീനയിലെ ഖുബ്ബത്തുൽ ഖദറാഇന്റെ അതേ സുഗന്ധത്തിന്റെ മന്ദമാരുതന്റെ തലോടലേറ്റുകൊണ്ട് ജീവിക്കാൻ അത് ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല മദീനയുടെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോ ചെരുപ്പ് ധരിക്കാതെ പോയത്? എന്റെ ഹബീബ് നടന്നു പോയ മണ്ണില് ഞാൻ ചെരുപ്പ് ധരിക്കൂല എന്ന് പറഞ്ഞില്ലേ? ആ മദീനയെ തകർക്കാനെടുത്തില്ലേ സഹോദരങ്ങളെ? നിങ്ങൾക്കറിയില്ലേ മുഅ്മിനീങ്ങളെ, എന്റെ മുഅ്മിനീങ്ങളെ,
മദീനയെ തകർക്കാൻ വേണ്ടിയുള്ള മദീനയുടെ തകർച്ചകൾ കടന്നു വരുമെന്ന് പറയുമ്പോ മദീനയെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളില്ലേ? എന്തിനധികം പറയുന്നു, കഅബാലയത്തെ തകർക്കാൻ വേണ്ടി കടന്നു വന്നവരില്ലേ? മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് മദീന ലക്ഷ്യം വെച്ചിട്ട ബോംബുകള് ജിദ്ദയിൽ വെച്ചുകൊണ്ട് സൗദിയുടെ പട്ടാളം തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൽ ഒരു നവസംസ്കാരം ഉണ്ടാകോ? അത് ജൂതന്മാരുടെ സംസ്കാരമാണ്, അത് ജൂത പട്ടാളത്തിന്റെ സംസ്കാരമാണ്. അബൂദുർമാർ പിടഞ്ഞു മരിച്ച മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചൈത്രയാത്ര നടത്തിയ മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. പാവങ്ങളായ മുസ്ലിങ്ങളുടെ ചോര കൊണ്ട് നിണമണിഞ്ഞ മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. അമ്പിയാക്കൾ കിടന്നുറങ്ങുന്ന മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. അല്ലാഹുവിന്റെ റസൂല് ആദ്യം തിരിഞ്ഞു നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ 3 സ്ഥലങ്ങളാണ്. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു നവസംസ്കാരം ഉണ്ടായാൽ മദീനയുടെ തകർച്ചയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുറൂജുൽ മൽഹമ, രക്തച്ചൊരിച്ചിലുകളുടെ ഘട്ടം തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ കടന്നു വന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാകുമത്രേ. ആ സമയത്താണ് ഖുറൂജുദ് ദജ്ജാൽ, ഒറ്റക്കണ്ണനായ ദജ്ജാൽ പുറപ്പെടുന്നത്. യൂറോപ്പിനെ മുസ്ലിങ്ങൾ കീഴടക്കോ? ആ യൂറോപ്പിനെ കീഴടക്കുന്നതിന് മുമ്പ് മദീനയിൽ തകർച്ചകൾ ഉണ്ടാകോ, രക്തച്ചൊരിച്ചകൾ ഉണ്ടാകോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ് മുഅ്മിനീങ്ങളെ. വഅൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യൂഷികു അഹ്ലുൽ ഇറാഖ്, ഇറാഖിന്റെ അഹിലുകാർക്കൊരു കാലം വരുന്നതാണ്. അല്ലാ യുജബാ ഇലൈഹിം ഖഫീസ്, ഒരു സേർ ധാന്യം പോലും ഇറക്കുമതി ചെയ്യപ്പെടാത്തൊരു കാലം ഇറാഖിൽ കടന്നു വരുമെന്ന് 114 മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മുഅ്മിനീങ്ങളെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇത് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ, തള്ളിക്കളയാൻ പറ്റിയ ഹദീസല്ല. വലാ ദിർഹം, ഒരു ദിർഹം പോലും അവർക്കുണ്ടാകില്ല, ഒരു സേർ ധാന്യം പോലും കിട്ടൂല. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ നിഴല് പോലെ പിന്തുടർന്ന സഹാബാക്കൾ ചോദിക്കുകയാ, മിൻ ഐന ദാക യാ റസൂലല്ലാഹ്, ആരാണ് ഇറാഖികളെ ഉപരോധിക്കുന്നത്? ആരാണ് ഇറാഖിൽ ഉപരോധം നടത്തുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മിൻ ഖിബലൽ അജമി യംനഊൻ, അനർബികളാണ്, അനറബികള്. അറബികളല്ലാത്ത ആളുകൾ ഉപരോധം നടത്തോ? അമേരിക്ക ഉപരോധം നടത്തിയിട്ടില്ലേ ഇറാഖില്? ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങളല്ലേ ഇറാഖിന്റെ മുന്നിൽ പട്ടിണി കിടന്ന് മരിച്ചതെന്ന് മാത്രമല്ല, ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിട്ട് ഇറാഖിന്റെ പുണ്യഭൂമി മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ ഇറാഖ്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നടന്നുപോയ ഇറാഖ്. ആ ഇറാഖിന്റെ മുന്നിലുള്ള പാവപ്പെട്ട ഇറാഖിലെ പെണ്ണുങ്ങള് അന ഇറാഖി അന ഇറാഖി എന്ന് പറഞ്ഞിട്ട്, അന മിസ്കീൻ എന്ന് പറഞ്ഞിട്ട്, എന്റെ സഹോദരങ്ങളെ, ഒരു ദീനാറിന് വേണ്ടി, ഒരു ദിർഹമിന് വേണ്ടി അവിടെ പച്ച മാംസം പോലും വിൽക്കേണ്ടി വന്നിട്ടില്ലേ? എന്തൊരത്ഭുതമാണ്! 114 മുമ്പ് പറഞ്ഞ ഹദീസല്ലേ. അമേരിക്കക്കാര് ഇറാഖികളെ ഉപരോധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? അനറബികൾ എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യരാ, അനറബികൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്കാരാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ
ഉപരോധിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഫലസ്തീനികളെന്ന് പറഞ്ഞില്ല, ഇറാനികളെന്ന് പറഞ്ഞില്ല, കുവൈത്തികളെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇമാറാത്തിലുള്ളവരെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മിൻ ഖിബലിൽ അജം, അനർബികളുടെ ഭാഗത്ത് നിന്ന് യംനഊന, അവർ ഉപരോധം നടത്തുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയും കേട്ടോ ഹദീസ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യൂഷിക്കു ഷാമിന്റെ അഹിലുകാർക്കൊരു കാലം എടുക്കും. ഏതാണ് ഷാമ? സിറിയയല്ലേ ഇന്നത്തെ സിറിയയുടെ അവസ്ഥ എന്താ? 30,000-ഓളം വരുന്ന ആളുകൾ ഇന്നവിടെ പട്ടിണിയല്ലേ? പൂച്ചയെ പോലും മറുത്ത് ഭക്ഷിച്ചില്ലേ? സ്വച്ഛാധിപതിയായ ഭരണാധികാരിയല്ലേ ഇന്നും സിറിയയുടെ മുറ്റത്തുള്ളത്? അല്ലാഹുവിന്റെ റസൂല് 114 മുമ്പ് പറയുകയാ, അല്ലായുച്ചബായിലേക്കും ദീനാറും പലാദ്രഹോ, ദീനാറും ദ്രഹും അവരിലേക്ക് ഇറക്കുമതി ചെയ്യില്ല, അവരെ ബ്ലോക്കഡ് ചെയ്യുകയാ, ഉപരോധം ഏർപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കള് ചോദിക്കുകയാ, മിൻ ഐനദാക യാ റസൂലല്ലാഹ്, എവിടുന്നാ റസൂലേ സിറിയക്കാർക്ക് ഉപരോധമുണ്ടാകുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മിൻ ഖിബലിർ റൂം, റോമക്കാര് ഉപരോധം നടത്തുമെന്ന. സിറിയയുടെ മക്കൾക്ക് ദീനാറും ദിർഹമുകളോ റോമക്കാര് നൽകാത്തൊരു കാലം കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ കടന്നു വന്നില്ലേ? ഇറാഖിന്റെ അവസ്ഥ എന്ത്? സിറിയയുടെ അവസ്ഥ എന്ത്? ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു അടയാളം നിങ്ങൾ നോക്ക്, ലയൂഷിക്കന്ന ശാമി ഫിത്ന, ഷാമിൽ ഒരു ഫിത്നയുണ്ടാകോ, കുഴപ്പമുണ്ടാകും. ഷാമില് സിറിയയിൽ കുഴപ്പമുണ്ടാകോ? യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ, തോൽപാത്രത്തിലെ വെള്ളം കുലുങ്ങുന്നത് പോലെയായിരിക്കും. ഇതായി പറഞ്ഞത്, ഒരു തോൽപാത്രത്തിൽ, ഒരു പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് ആദ്യം വെള്ളം ഒരു ഭാഗത്ത് കുലുങ്ങും അല്ലെ? നടന്നു പോകുമ്പോ വെള്ളം ഒരു ഭാഗത്ത് ഒഴുകും എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉദാഹരണം തന്നെ എത്ര ഫിറ്റാ. ഒരു ഭാഗത്ത് കുഴപ്പമുണ്ടായിട്ട് തിരിവും മറ്റൊരു ഭാഗത്ത് തുടങ്ങും. വെള്ളം കുലുങ്ങുന്നത് പോലെ, തോൽപാത്രത്തിലെ വെള്ളം കുലുങ്ങുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലയൂഷിക്കന്ന ശാമി ഫിത്ന യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ വതക്സിബു അൻകും, ചെറിയ ശമനമുണ്ടാകും. ആദ്യമൊക്കെ ചെറിയ ശമനമുണ്ടാകും. വഅൻതും നാദിമൂന അൻ ജൂഇൻ ശദീദ്, ഭക്ഷണത്തിന് വേണ്ടി കടിപിടി ഉണ്ടാകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പത്രം വായിക്കുന്നവരാ, നിങ്ങൾ ചാനലുകൾ കാണുന്നവരാ, സിറിയയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, സിറിയയിൽ കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തോ, നാദിമൂന അൻ ജൂഇൻ ശദീദ്, ഭക്ഷണത്തിന് കടിപിടി കൂടും സിറിയയിലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. വയകൂനു റീഹുൽ ഖുബ്സി ഫീഹാ അത്യബ മിൻ റീഹിൽ മിസ്കീൻ, സിറിയക്കാർക്കൊരു ഖുബൂസ് കിട്ടുന്നത് കസ്തൂരിയേക്കാളും സുഗന്ധമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. തബറാനി റിപ്പോർട്ട് ചെയ്യുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തകൂനു നുബുവത്തു ഫീകും മാഷാ അല്ലാഹ്, നിങ്ങളിൽ പ്രവാചക ഭരണകൂടം നിലനിൽക്കുന്നതാ. സുമ്മ യർഫഉല്ലാഹു ഇദാ ശാഅ അൻ യർഫഅഹാ